നമസ്കാരം. ഇടിഞ്ഞിടിഞ്ഞ് ഡോളറിന് 90 രൂപയ്ക്ക് അടുത്തെത്തി നിൽക്കുകയാണ് രൂപ. മൂല്യം കുറയുന്നത് ഒരു ദിവസം മാത്രമാണെങ്കിൽ സ്വാഭാവികം എന്ന് കരുതാം. ഇത് സെപ്റ്റംബർ 1 മുതൽ എല്ലാ ദിവസവും പുതിയ നാണക്കേട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രൂപയെ പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്കും കേന്ദ്ര ധനമന്ത്രാലയവും നടത്തുന്ന ശ്രമങ്ങളൊന്നും വിജയം കാണുന്നില്ല. അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ മാത്രമല്ല പ്രതിസന്ധിയുടെ കാരണം. വിദേശ വ്യാപാര കമ്മി വർദ്ധിക്കുക തന്നെയാണ്. മൊത്തത്തിൽ നമ്മുടെ വ്യാപാരം പ്രതിസന്ധിയിലാണ്. കയറ്റുമതി അമേരിക്കയിലേക്കുള്ളത് പ്രതിസന്ധിയിലായി. മറ്റ് രാജ്യങ്ങളിലേക്കുള്ളതും വർദ്ധിക്കുന്നില്ല. ഇറക്കുമതിയുടെ ചെലവ് കുറയുന്നില്ല. എണ്ണ ഇറക്കുമതി വലിയ തോതിൽ തുടരുന്നു. ഓഹരി വിപണിയിലേക്ക് വിദേശ നിക്ഷേപകർ കൂടുതലായി എത്തുന്നുമില്ല. ഓരോ ഡോളർ വാങ്ങാനും 88 രൂപയ്ക്ക് മുകളിൽ ചെലവഴിക്കുക എന്നതിനേക്കാൾ വലിയ ഭാരം നമുക്ക് ചുമക്കാനില്ല. മറ്റൊരു ദയനീയ സ്ഥിതി കൂടിയുണ്ട്. ഡോളറിന്റെ വില മറ്റെല്ലാ നാണയങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോഴും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ ഇടിയുന്നത്. ശരിക്കും രൂപയുടെ തകർച്ചയുടെ യഥാർത്ഥ ചിത്രമല്ല ഡോളറിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഡോളർ ശക്തിപ്പെടുന്ന സാഹചര്യമായിരുന്നെങ്കിൽ ഒരു ഡോളറിന്റെ മൂല്യം 100 രൂപയ്ക്ക് അടുത്ത് എത്തുമായിരുന്നു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കാൽക്കാശിന് വിലയില്ലാതായോ രൂപയ്ക്ക്? രൂപയ്ക്ക് വിലയില്ലാതായാൽ സാധാരണക്കാർക്ക് എന്ത് സംഭവിക്കും? ഏറ്റവും ആദ്യം വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കഥയെടുക്കാം. മാസാമാസം ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് ഇത് ലാഭകരമാണ്. അവർ അയക്കുന്ന വിദേശ നാണയത്തിന് ഇന്ത്യയിൽ കൂടുതൽ വില കിട്ടും. അവിടെ ശമ്പള വർധന ഇല്ലാതെ തന്നെ നാട്ടിലെത്തുന്ന പണം പെരുകുന്ന സ്ഥിതി ഉണ്ടാകും. അവിടെ നിന്ന് 100 ഡോളറിന് തുല്യമായ തുക തന്നെയാകും അയക്കുന്നത്. ഇവിടെ കഴിഞ്ഞ മാസം അതിനുള്ള മൂല്യം 8700 രൂപയായിരുന്നെങ്കിൽ ഈ മാസം അത് 8880 രൂപയാകും. പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം അയക്കുന്നവർക്കാണ് ഈ നേട്ടം. കൂടുതൽ പണം വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് അയക്കും തോറും രൂപ കൂടുതൽ ദുർബലമാകും എന്ന ദോഷവശവും ഇതിനുണ്ട്. ഇനി ഇന്ത്യയിൽ കഴിയുന്നവരെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. നമ്മുടെ കയറ്റുമതിക്ക് വിലയില്ലാതാകും. കയറ്റുമതി കുറയുന്ന പ്രതിസന്ധിക്ക് പുറമെയാണ് ഈ തിരിച്ചടി. കഴിഞ്ഞ മാസം $1000 കിട്ടിയ 1 ടൺ മത്സ്യത്തിന് ഈ മാസം $850 മാത്രമാകുന്ന പ്രതിസന്ധി. കയറ്റുമതിക്ക് മൂല്യം കുറയുന്നതോടെ കടലിൽ പോയി മീൻ പിടിച്ചിരുന്നവർക്ക് മുതൽ ലഭിക്കുന്ന പ്രതിഫലം കുറഞ്ഞു വരികയാണ്. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇത് ബാധകമാകും. രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ അത് ഓഹരി വിപണിയെ മാത്രമല്ല ബാധിക്കുന്നത് എന്നർത്ഥം. കൃഷിയെയും മീനിനെയും ആശ്രയിച്ച് നാട്ടിലോടുന്ന വണ്ടികളുടെ എല്ലാം ഓട്ടം കുറയും. ഓരോരുത്തർക്കും ലഭിക്കുന്ന പ്രതിഫലം കുറയും. ചെമ്മീൻ പീലിംഗ് ലാഭകരമല്ലാതാകും. കമ്പനികൾ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ നിർബന്ധിതരാകും. രൂപയുടെ മൂല്യത്തകർച്ചയുടെ അനേകം വകഭേദങ്ങളിൽ ഏതാനും എണ്ണം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഏറ്റവും വ്യക്തത ലഭിക്കാൻ ഒരു കണക്ക് പറയാം. അമേരിക്കൻ ഡോളറുമായി മറ്റു രാജ്യങ്ങളുടെ നാണയങ്ങൾക്കുണ്ടായ മൂല്യ വ്യത്യാസമാണത്. ഡോളറുമായുള്ള വിനിമയത്തിൽ യൂറോ 11% ശക്തിപ്പെട്ടു. ബ്രിട്ടീഷ് പൗണ്ട് 6%, ജാപ്പനീസ് യെന്നും ഓസ്ട്രേലിയൻ ഡോളറും 5%, കനേഡിയൻ ഡോളർ 3% ശക്തിപ്പെട്ടു. അമേരിക്ക സർവത്ര കഷ്ടപ്പെടുത്തിയിട്ടും ചൈനീസ് യുവാൻ പോലും 2.3% മെച്ചപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഈ നാണയങ്ങളോടെല്ലാം അമേരിക്കൻ ഡോളർ ഇടിഞ്ഞു. അതേസമയം ഡോളറുമായി മൂല്യമിടിഞ്ഞത് പ്രധാനമായും 3 കറൻസികൾക്കാണ്: പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും രൂപയ്ക്കും ബംഗ്ലാദേശിന്റെ ടാക്കയ്ക്കും. ഇന്ത്യയുടെ രൂപയാണ് അതിലേറ്റവും ദുർബലമായത്, ഏതാണ്ട് 3.5% അടുത്ത്. പാകിസ്ഥാൻ രൂപയ്ക്ക് 2.5% അടുത്ത്. യൂറോപ്പിലെയും മറ്റു പ്രധാന സാമ്പത്തിക ശക്തികളുടെയും കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ തകർച്ച നേരിട്ട ഡോളറാണ് രൂപയ്ക്കെതിരെയും ടാക്കയ്ക്കെതിരെയും മാത്രം ശക്തി കാണിച്ചത്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ രൂപ ഇപ്പോൾ വിചാരിക്കുന്നതിലും താഴെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രൂപ ഡോളറുമായി മാത്രമല്ല തകരുന്നത്. 1 പൗണ്ട് കിട്ടാൻ ഇപ്പോൾ 119 രൂപ നൽകണം. 1 യൂറോ കിട്ടാൻ 104 രൂപയും നൽകണം. ഇറക്കുമതി ചെലവേറിയതാകുമ്പോൾ കയറ്റുമതി ലാഭകരമാകേണ്ടതാണ്. കാരണം രൂപയുടെ മൂല്യം കുറഞ്ഞു നിൽക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ലാഭകരമാകും. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നതുമില്ല. ഇന്ത്യയുടെ കയറ്റുമതിയുടെ 31% നടക്കുന്നത് അമേരിക്കയിലേക്കാണ്. അത് പ്രതിസന്ധിയിലാണ്. നമ്മുടെ IT സേവനങ്ങളുടെ കയറ്റുമതി പോലും താഴുകയാണ്. രൂപ ശക്തിപ്പെടണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ: ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മറ്റു രാഷ്ട്രങ്ങൾ കൂടുതലായി വാങ്ങണം.
അങ്ങനെയൊരു സ്ഥിതി ഇപ്പോഴില്ല എന്നതുകൊണ്ടാണ് തകർച്ച തുടർക്കഥയാകുന്നത്. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ ഒട്ടും തൃപ്തരല്ല. വലിയ വളർച്ചയുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും ഇന്ത്യയുടെ GDP വളർച്ച തൃപ്തികരം അല്ല എന്നാണ് ആഗോള വിലയിരുത്തൽ. അക്കത്തിലെടുക്കുമ്പോൾ 6% വളർച്ച കാണിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത്രയും വരില്ല എന്നാണ് ആഗോള വിമർശനം. ഇത്തരം നെഗറ്റീവ് പ്രചാരണങ്ങളും നമ്മുടെ വിപണിയെ കൂടുതൽ തളർത്തുകയാണ് ചെയ്യുന്നത്. $100 കോടി ഓഹരികളാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ സെപ്റ്റംബറിൽ മാത്രം വിറ്റൊഴിച്ചത്. ഏകദേശം 8,800 കോടി രൂപയ്ക്ക് തുല്യമാണ് ഈ തുക. ഈ വർഷം മാത്രം $1,600 കോടി ഓഹരികളാണ് വിറ്റൊഴിച്ചത്. അതുമാത്രം ഏകദേശം 1.5 ലക്ഷം കോടി രൂപ വരും. ഇന്ത്യയുടെ വിപണിയിലുള്ള വിശ്വാസ നഷ്ടമാണ് ഇത് കാണിക്കുന്നത്. ഏറ്റവും മോശം കാലത്താണ് ഇന്ത്യയുടെ ഓഹരി വിപണികൾ. കോവിഡിന് ശേഷം ഓഹരി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും നഷ്ടം കാണിക്കുന്ന ആദ്യ വർഷമാണിത്. 2024 ഒക്ടോബർ മുതലാണ് വിദേശ നിക്ഷേപകർ വിപണി വിടാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമായുള്ള പ്രതിസന്ധിയാണ്. ഈ വിപണി ഇനി തിരിച്ചു കയറാൻ പലിശ നിരക്കുകൾ താഴണം. യുക്രൈൻ ഗാസ യുദ്ധങ്ങൾ അവസാനിക്കണം. അമേരിക്ക ശത്രുതാപരമായി ഏർപ്പെടുത്തിയ തീരുവകൾ താഴ്ത്തുകയും വേണം. വിസ നിയന്ത്രണങ്ങളും അവസാനിക്കണം. ഇവയിൽ ചിലതെല്ലാം സാധ്യമായേക്കും. എന്നാലും എല്ലാം സമീപഭാവിയിൽ നടക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ രൂപയുടെ കരകയറ്റം ഏറെ ശ്രമകരമാണ്. ആഗോളമായി രൂപ തല താഴ്ത്തി നിൽക്കുന്നിടത്തോളം കാലം രാജ്യത്തിന്റെ ക്രയശേഷിയും താഴ്ന്നു നിൽക്കും. അത് നമ്മുടെ പാടങ്ങളെയും പറമ്പുകളെയും പണിയിടങ്ങളെയും ബാധിക്കും. രൂപയെ ശക്തിപ്പെടുത്തണമെങ്കിൽ വലിയ തോതിൽ കയറ്റുമതി നടക്കണം, ഇറക്കുമതി കുറയണം, നിക്ഷേപകർ കൂട്ടമായി ഇന്ത്യയിലേക്ക് എത്തണം. ഓഹരി വിപണിയിൽ മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങളിലും വിദേശ നിക്ഷേപം ഉണ്ടാകണം. പുറമേ നിന്ന് പണം ഒഴുകിയാൽ മാത്രമേ ഇനി രൂപ തല ഉയർത്തൂ. അതിനുള്ള ശ്രമങ്ങളൊന്നും വിപണിയിൽ ദൃശ്യമാകുന്നില്ല എന്നതാണ് ദുഃഖകരം. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.